നമസ്കാരം. നമ്മൾ സ്പിരിച്വൽ അനാറ്റമി സെഷൻ कंटिन्यू ചെയ്യാണ്. സ്പിരിച്വൽ അനാറ്റമി का സെഷൻ चालू रखते हैं. നമ്മളിപ്പോൾ 11ാമത്തെ പോയിൻ്റാണ് ചർച്ച ചെയ്യുന്നത്. 11വാം ചക്ര, 11th ചക്ര. അത് പ്രഭു പോയിൻ്റാണ്. പ്രഭു എന്ന് പറയുമ്പോൾ 10ാമത്തെ പോയിൻ്റ് തൊട്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. 12ാമത്തെ പോയിൻ്റ് വരെ പ്രഭുവാണ്. जब 10th पॉइंट से लेके 12th पॉइंट तक बहुत ज़्यादा जगह है प्रभु. ആ പ്രഭു പോയിൻ്റ് നമ്മൾ 10ാമത്തെ പോയിൻ്റിൽ നിന്ന് 11ാമത്തെ പോയിൻ്റിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുമ്പോൾ സഹസ്രദള കമലം കടന്നു പോകും. जब हम 10वीं चक्र से 11वीं चक्र तक ट्रांसिट करते हैं, यात्रा करते हैं, तो बीच में सहस्रदल कमल आता है. सहस्रदल कमल, सहस्रदल കമലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. സഹസ്രാരം എന്ന് പറയും. നമ്മുടെ ഇടാ പിംഗള നാഡികളുണ്ട്. हमारे जो इड़ा नाड़ी और पिंगला नाड़ी है और सुषुम्ना नाड़ी, इड़ा नाड़ी और पिंगला नाड़ी सूर्य नाड़ी और चंद्र नाड़ी है. अब പകൽ ആക്ടിവേറ്റ് ആവുന്ന സൂര്യനാടി, രാത്രി ആക്ടിവേറ്റ് ആവുന്ന ചന്ദ്രനാടി. സൂര്യനാടി സിഗ്നിഫൈ ചെയ്യുന്നത് സിമ്പത്തറ്റിക് സിസ്റ്റം. സയൻസിൽ, മോഡേൺ സയൻസ് സിമ്പത്തറ്റിക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന അഡ്രിനാലിൻ ഹോർമോൺ റിലീസ് ചെയ്യുന്ന സിസ്റ്റം जो दिन के अवसर पर एक्टिवेट होता है वो सूर्य नाड़ी है. हमारे शरीर में सिंपैथेटिक सिस्टम बोलते हैं जो काम करने में आपको शक्ति देता है. एड्रेनालिन ऐसा हार्मोन है. അത് പകൽ. രാത്രി ആകുമ്പോൾ रात को चंद्र नाड़ी, इड़ा नाड़ी एक्टिव होती है. അപ്പോൾ പാരസിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പോൾ ദാജി ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ടെൻഷൻ വരുന്നുണ്ട്, റിലാക്സ് ചെയ്യാൻ വലത്തേ മൂക്ക് അടച്ചിട്ട് ഇടത്തേ മൂക്ക് കൊണ്ട് ശ്വാസം വലിച്ചാൽ टेंशन पैरासिम्पैथेटिक एक्शन एक्टिवेट हो. जब हमको टेंशन आता है, मन में ऐसे बहुत टेंशन है, मेडिटेट नहीं कर सकता, तभी इस नाक को, इस नोज़ को, नोस्ट्रिल को ब्लड बंद करने का, इससे लंबी सांसें लेने का, तब हमारा जो പാരസിമ്പത്തറ്റിക് സിസ്റ്റം है ചന്ദ്രനാടി ആക്ടിവേറ്റ് होता है, वहाँ റിലാക്സേഷൻ आता है. അപ്പോൾ ഈ രണ്ട് ഇതുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയും. അല്ലെങ്കിൽ രണ്ട് ദ്വന്ദ്വങ്ങളുടേതും അത് സുഷുമ്ന നാടിയിലൂടെയാണ് നമ്മുടെ എനർജി പോകുന്നത്. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുന്നത് സഹസ്രാരത്തിലാണ്. ജബ് ये दो ജോയിൻ होता है, ഈ ചൈനീസിൽ യിങ് ആൻഡ് യാങ് എന്ന് പറയും, पॉजिटिव नेगेटिव, स्त्री पुरुषन, स्त्री और पुरुष, ये जब जॉइन होता है हमें आनंद होता है. അതുകൊണ്ടാണ് അതിനാണ് യോഗ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ജബ് ये जो പാർട്സ് ജോയിൻ होता है അതിനാണ് യോഗ. അപ്പോൾ യോഗന് ആനന്ദം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ആനന്ദം പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ആനന്ദം ഉണ്ടാവും, കാഴ്ച കാണുമ്പോൾ, ഇതൊക്കെ യോഗയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്ത്രീ പുരുഷൻ്റെ ജീവിതം അതാണ് നമുക്ക് ആനന്ദം തരുന്നത്. जब हमारे भौतिक जीवन में स्त्री और पुरुष में जो संबंध होता है उसमें से सबसे आनंद होता है. അത് സ്റ്റാർട്ടിംഗ് ആണ് ആനന്ദത്തിന്. हाईएस्ट आनंद बहुत सबसे आनंद जब होता है जब मन और भगवान, आत्मा और परमात्मा जो जॉइन होता है, तभी बहुत बड़ा आनंद होता है. അവിടെയാണ് ഏറ്റവും വലിയ ആനന്ദം. അതിനാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആനന്ദം അനുഭവിക്കുന്ന സ്റ്റേറ്റാണ് സഹസ്രദള കമലം. ये जो जॉइन होता है इधर सहस्रार में जॉइन होता है, इसीलिए सभी इतना बहुत महत्व देते हैं, ഇതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊരു ബ്ലോക്കാണ്. നമ്മുടെ ആത്മീയ യാത്രയിൽ ഈ ആനന്ദം ഒരു ബ്ലോക്കായിട്ട് മാറി. എനിക്കിനി മുന്നോട്ട് പോകണ്ട, എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി. ആനന്ദം ബ്രഹ്മേതി വേജാനാഥ് ഐസേ ബോൾത്തത്. അപ്പോൾ ആനന്ദമാണ് ബ്രഹ്മം. അപ്പോൾ അത് അനുഭവിച്ചു കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് പോകണ്ട എന്നൊരു തോന്നൽ വരാം. അപ്പോൾ ബാബുജി മഹാരാജ് പറയുന്നത് അത് കടന്നു പോകുന്നതാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ ഒരു അനുഭവമാണ്. जो आनंद है वो भी एक एक्सपीरियंस है, उससे भी आगे जाना है. इसलिए ये सहस्रदल कम हमारे के ब्लॉक नहीं होना चाहिए. അതുകൊണ്ട് തന്നെ സഹജമാർഗത്തിൽ നമ്മൾ സഹസ്രദള കമലത്തിൽ നിൽക്കില്ല. हम उसमें इतना इम्पोर्टेंस नहीं देते. हम 10th पॉइंट से 11th पॉइंट जाते हैं, तब ये आनंद हमारा हम अनुभव करते हैं. നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാവും ആനന്ദത്തിൻ്റെ. പക്ഷേ ഒരിക്കലും നമ്മളതിൽ തങ്ങി നിൽക്കില്ല. हमारे अंदर जो आगे की यात्रा में പ്രേരണ നമുക്ക് होना चाहिए. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണ, ക്രേവിംഗ് ആണ്. അതെന്താണ് ഈ പ്രേരണ? ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് മുന്നോട്ട് പോകാനുള്ള പ്രേരണ എന്താണ്? हमारे अंदर जो कुछ क्रेविंग होना चाहिए आगे जाने का. അതെന്തായിരിക്കും? നമുക്ക് ലക്ഷ്യമുണ്ട് അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മതി 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 എന്ന് തോന്നില്ല, മതിയായി തോന്നില്ല. ലക്ഷ്യം എപ്പോഴും ഡൈനാമിക്കായിട്ട് പൂർണ്ണതയായിരിക്കണം. इसलिए हम बोलते हैं कि മാസ്റ്റർ ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മൾ മാസ്റ്റർ ലക്ഷ്യമാക്കി മാറ്റുന്നത്. നമ്മൾ ഈശ്വരനെയും കൂടിയല്ല ലക്ഷ്യം, हम भगवान को भी लक्ष्य नहीं बनाते, हम मास्टर को लक्ष्य बनाते हैं. क्योंकि ईश्वर माने सब कुछ ईश्वर है.
भगवान എന്ന് പറയുമ്പോൾ എല്ലാം ഈ ഭഗവാനാണ്. ഇതിൽ ഈശ്വരല്ലാത്ത ഒന്നും എവിടെ നിന്നാലും हम सोचेंगे कि हम पहुंच गए. മാസ്റ്റർ ऐसा नहीं, മാസ്റ്റർ ഇസ് ഡിവിനിറ്റി को ആ പൂർണ്ണതയെ കൂടുതൽ 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 എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मास्टर या गुरु जो अब्सोल्यूट को या वो पूर्णता को ज़्यादा से ज़्यादा इधर मैनिफेस्ट कर रहे हैं. आप इस ऐसे सोचो तो मास्टर भगवान से भी थोड़ा बड़ा है. നമ്മൾ മാസ്റ്റർ ഈശ്വരനേക്കാളും മുകളിലാണ്. കാരണം ഈശ്വരനെ ആവാൻ പറ്റുള്ളൂ. ബാപ്പുജി മഹാരാജ് പറഞ്ഞു ഗോഡ് ക്യാൻ ബി ഓൺലി ഗോഡ്, ईश्वर बट मास्टर कैन बिकम गॉड एंड ह्यूमन. मास्टर भगवान भी बन सकता है और उसी समय इधर भूमि में एक मनुष्य का स्वभाव भी दूसरों को भगवान बना सकते हैं. भगवान ये नहीं कर सकते क्योंकि भगवान को उसका इंटरेस्ट नहीं. सभी भगवान ही है ना. राक्षस भी भगवान है, पत्थर भी भगवान है, सब कुछ भगवान है. മാസ്റ്റർ അങ്ങനെയല്ല. മാസ്റ്റർക്ക് മനസ്സിലായി ഇതിനേക്കാൾ ഉയർന്നു കണ്ട് മുന്നോട്ട് പോകണം. मास्टर को पता चलता कि इधर से आगे जाना है, आप इधर से ऊंचा आ सकते हैं, पकड़ के ले जा सकते हैं. അതുകൊണ്ട് നമ്മൾ മാസ്റ്ററെ ലക്ഷ്യമാക്കി മാറ്റുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആക്കി പറയുന്ന സഹജമാർഗത്തിൽ. ഗുരുവാണ് നമ്മുടെ എമുലേറ്റിംഗ്. നമ്മൾ ഈശ്വര സാക്ഷാത്കാരം എന്നല്ല പറയുക. സഹജമാർഗമേ हम साक्षात्कार एक स्टेप ही है. നമുക്ക് മാസ്റ്റർ പോലെ ആവുക, ഉൻസേ ജൈസ ബന്ന ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവും. റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ അറിയാം മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇരിക്കപ്പുറത്തില്ലായ. हम इधर कभी भी कहीं भी हम रेस्ट नहीं कर सकते, हम आगे ही जाना है. അങ്ങനെ ഒരു ത്വര ഉള്ളിലുണ്ടാവും. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഈ ത്വരേനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക? രാമകൃഷ്ണ പരമഹംസൻ പറഞ്ഞു മത്സ്യത്തിന് വെള്ളത്തിൽ കിടക്കുമ്പോൾ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇളകിക്കൊണ്ടേയിരിക്കണം. एक मछली अगर पानी में ऐसे ज़िंदा रहना है तो उसको ऐसे घूमना ही चाहिए. അനങ്ങാണ്ട് അടുത്ത് മത്സ്യം ചത്തു അല്ലേ? മത്സ്യത്തിൽ ജീവിക്കാൻ പറ്റില്ല. മത്സ്യം മछली देखो तो सभी टाइम हिलता ही रहता है. അതാണ് റെസ്റ്റ്ലെസ്നെസ്. അപ്പോൾ നമുക്ക് ആ ക്രേവിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. അത് മാസ്റ്ററാണ് നമുക്കതിന് മാതൃക. മാസ്റ്ററുടെ ഉള്ളിൽ ആ റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. ആ മാസ്റ്റർ को देखा तो इतना रेस्टलेस है, उनको अपने मास्टर का काम करना है. इधर ऐसे സംതൃപ്ത ഒക്കെ बैठा नहीं, കണ്ടൻറ്റഡ് ആയിട്ട് അവിടെ ഇരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് റെസ്റ്റ്ലെസ്നെസ് കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കും എന്തിനാ മാസ്റ്റർ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, क्यों इतना काम करते हैं? क्योंकि उनको अपने मास्टर को इधर मैनिफेस्ट करना है. गॉड मैनिफेस्ट ഓരോ കണത്തിലും ഇവിടെ ഈശ്വരനെ കാണണം. इधर जो भी अणु है, एटम है, सभी में भगवान को देखना चाहिए. सभी अपने आप को भगवान से प्रकाशित होना चाहिए. അങ്ങനെയായി മാറണം. അതിനുള്ള റെസ്റ്റ്ലെസ്നെസ് ആണ്. അപ്പോൾ അത് നമുക്കൊരു അവസാനമില്ല. അതാണ് ഇതിൻ്റെ അനന്തത എന്ന് പറയുന്നതാണ്. एक बार बुद्धदेव का शिष्य है आनंद बुद्ध से पूछा, गौतम बुद्ध से पूछा कि इतने आदमी इधर से आत्मा इधर से लिबरेटेड हो जा रहे, मोक्ष होके जा रहे, उधर कितना जगह कैसा होता है? ഇത്ര ആൾക്കാർ ഇത്ര മോക്ഷം കിട്ടിപ്പോയി കഴിഞ്ഞാൽ ബ്രൈറ്റർ വേൾഡിൽ സ്ഥലം ഉണ്ടാവുമോ? സ്ഥലം തികയോ? അപ്പോൾ ഗൗതമ ബുദ്ധൻ എന്താ പറഞ്ഞത്? ഇപ്പോൾ നമ്മൾ ഈ മുറിയിൽ ലൈറ്റ് ഇട്ടില്ലേ, ഒരു ആനന്ദ ഒരു വിളക്ക് കത്തിക്കാൻ പറഞ്ഞു. एक दीप जलाओ तो दीप जलाया. अब क्या देखते हैं, प्रकाश कहाँ फैला? प्रकाश कमरे में फिर फैला है. ये प्रकाशम मुरी मुड़ा निറഞ്ഞിരിക്കുന്നു. तो आनंदा से बोला दूसरा एक दीप लाओ, उसको भी जलाओ. അപ്പോൾ അടുത്ത വിളക്ക് കൊണ്ടുവന്നു, അതും കത്തിച്ചു. അപ്പോൾ ഇപ്പോൾ വിളക്ക് എവിടെയാണ്, വെളിച്ചം എവിടെയുള്ളത്? ഈ മുറി തന്നെ. ये प्रभा कमरे में. तीसरा जलाओ. तीसरा जलाया तो प्रकाश कहाँ है? कमरे में ही है. इधर 100 दीप जलाओ तो प्रकाश कहाँ है? ഈ കമര. ഈ വെളിച്ചം 10 1000 കത്തിച്ചാലും വെളിച്ചം വെളിച്ചം കൂടി പ്രകാശ് ജാഥ ഹോത്തായി ജാത്ത. അതാണ് മാസ്റ്റർ കാണേണ്ടത്. എല്ലാം ഈശ്വരനാണ്, പക്ഷേ ഈശ്വരീയത പ്രകടമാണ്. सभी भगवान है बट भगवान का जो क्वालिटी है इधर सभी में ऐसे आना चाहिए. किधर देखो इतना ब्राइट ही होना है. अब ब्राइटर वर्ल्ड ലോകത്തിൽ കൊണ്ടുവരാം. जो ब्राइटर वर्ल्ड है इस दुनिया में लाना है. ऐसा काम मास्टर कर रहे हैं. मास्टर अതാണ് അവിടെ क्या दिखता है ब्राइटर वर्ल्ड में बैठ के, इधर जाता है वही दिखना चाहिए. അതാണ് നമ്മുടെ ഉള്ളിലുള്ള ക്രേവിങ്. ആ ക്രേവിങ് അതാണ് हमारे अंदर का वो. हमको 11वां पॉइंट ये सब ट्रांसलेट करने के लिए हमारे अंदर इतना रेस्टलेसनेस पैदा होना चाहिए. पर इसके साथ ही നമ്മൾ ഇത്ര റെസ്റ്റ്ലെസ്നെസ് ഉണ്ടെങ്കിലും ഭൗതികമായിട്ട് നമുക്ക് റെസ്റ്റ്ലെസ്നെസ് ഇല്ല. हमारे इधर जीने में हमारे कोई हमारे आशाएं नहीं है.
ഇവിടെ കണ്ടൻമെൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഒരു തരത്തിലും ആഗ്രഹമില്ല. നമ്മുടെ ആഗ്രഹം ഇവിടെ ഇല്ല. हमारी आशा इधर नहीं है, इधर कुछ नहीं चाहिए, हमारे आशा उधर है. മാസ്റ്റർ को इधर महसूस सभी महसूस करना. അതാണ് നമ്മുടെ ഡിഫറൻസ്. മനസ്സിലായി? ഇവിടെ കണ്ടൻമെൻറ്റ് പ്ലസ് റെസ്റ്റ്ലെസ്നെസ്. നമുക്കിതൊരു അത്ഭുതം തോന്നും. എങ്ങനെയാണ് ഇത് രണ്ട് ഓപ്പോസിറ്റ് ക്വാളിറ്റി? ये सब ऑपोजिट क्वालिटी है ना. സംതൃപ്തി और एक उसी समय में ये रेस्टलेसनेस भी होना चाहिए. നമ്മുടെ ഉള്ളിൽ സംതൃപ്തിയും വേണം, അതേ സമയത്ത് ഒരു ഇരിക്കപ്പുറത്തില്ല ത്വര. ഇത് രണ്ടും ഒന്നിച്ചിട്ട് എങ്ങനെയാണ് കൊണ്ടുവരിക? അതാണ് ആന്തരികമായിട്ടുള്ള ക്രേവിങ് എന്ന് പറയുന്നത്. ബാഹ്യമായിട്ടുള്ള സംതൃപ്തി, ആന്തരികമായിട്ടുള്ള ക്രേവിങ്. ബാഹ്യമായിട്ട് എനിക്കൊരു ആഗ്രഹമില്ല. जो भौतिक जीवन में मुझे कुछ नहीं चाहिए, मैं संतृप्त हूँ, जो जो मिला है मैं हैप्पी हूँ, ആക്സെപ്റ്റൻസ്. പക്ഷേ ഉള്ളിൽ എനിക്ക് അസംതൃപ്തി ഉണ്ട്. അങ്ങനെ റെസ്റ്റ്ലെസ്, അസംതൃപ്തി റെസ്റ്റ്ലെസ്നെസ്. എൻ്റെ മാസ്റ്ററെ എനിക്ക് ദർശിക്കണം. എവിടെ നോക്കിയാലും മാസ്റ്ററെ കാണണം. അതിൻ്റെ കുഴപ്പം എവിടെയാണ് കുഴപ്പം? എനിക്ക് മാസ്റ്ററെ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താ, ആരെ കുഴപ്പം? जब हम मैं देखता हूँ मास्टर को नहीं दिखता है तो किसका प्रॉब्लम है? ये मेरा प्रॉब्लम है. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഈശ്വരനെ കാണുന്നെങ്കിൽ എൻ്റെ കുഴപ്പമാണ്. ഞാൻ കുറച്ചുകൂടി നന്നാവാനുണ്ട്. मुझे ज़्यादा अच्छा बनना चाहिए, उधर नहीं ठीक करना है, मुझे ठीक करना है. अपने आप को ठीक करो, ज़्यादा से ज़्यादा ठीक करो कि उधर भी भगवान को देखना चाहिए. അപ്പോൾ നമ്മളങ്ങനെ സ്നേഹത്തിലേക്ക് ഉയർന്നവർ, നമ്മൾ നോക്കുന്ന ആൾക്കാരൊക്കെ സ്നേഹം നിറഞ്ഞവരാവും. അവരും അത് മാറുന്നതാണ്. നമ്മൾ പ്രകാശമാനമായിട്ട് ചെല്ലുമ്പോൾ അവർക്കും ആ പ്രകാശം അനുഭവിക്കും. जब हम प्रेम में बढ़ते जाते हैं, जो भी हमारे पास आते हैं वो भी प्रेम में बढ़ेंगे. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ മാറ്റം വരും. അതുകൊണ്ടാണ് നമ്മൾ മാറുമ്പോൾ ലോകം മാറും എന്ന് പറയുന്നത്. നമ്മൾ ലൈറ്റ് കൂടുതൽ പ്രകാശിക്കുമ്പോൾ ആ പ്രകാശം ചെല്ലുന്നതൊക്കെ അന്ധകാരം പോയില്ലേ? ഐസായി होना चाहिए, बात भी नहीं करना चाहिए. വർത്താനം പറയേണ്ട സ്ഥിതി വരും. നമ്മൾ ചെല്ലുന്നു, മാറ്റങ്ങൾ വരും, ചെല്ലുന്നു. അങ്ങനെയുള്ള ഒരു തരത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറണം. അപ്പോൾ മാസ്റ്റർക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോകേണ്ടി വരില്ല. ऐसे अभ्यासी दुनिया में है तो इतना നന്നായി. അവർ ഉദർ ഗയ പരിവർത്തനം हो गया. ചെല്ലുമ്പോൾ തന്നെ പരിവർത്തനമായി കഴിഞ്ഞു. ഓരോ വീട്ടിലും ഓരോ സ്ഥലത്തും ഇങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ ലോകം മാറുന്നതിന് ഒരു സമയം ഉണ്ടാവില്ല. പെട്ടെന്ന് മാറ്റം വരും. യഹി ഹമാരി യാത്ര കാ ലക്ഷ്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ നമുക്ക് നടത്താം. ഇന്നത്തെ സെഷൻ 11ാമത്തെ പോയിന്റിലെ ഫസ്റ്റ് പോയിന്റ് എർത്ത് എലിമെൻ്റാണ്. 11th പോയിന്റ് का सेंटर എർത്ത് എലിമെൻ്റ് सेंटर में. അപ്പോൾ എർത്ത് എലിമെൻ്റ് സ്വഭാവം കണ്ടൻമെൻ്റ് ആണ്, സംതൃപ്തിയും ഈ റെസ്റ്റ്ലെസ്നെസ്സും തമ്മിലുള്ള हार्मनी. हमारे अंदर जो संतृप्ति है और हमारे अंदर जो रेस्टलेसनेस है, इन दोनों में हमको हार्मनी बनाना चाहिए. यही हमारा आज का मेडिटेशन है. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. आँख बंद करके शांत होके बैठिए. നമ്മൾ മെഡിറ്റേഷൻ 1ാമത്തെ പോയിന്റിനാണ് സ്റ്റാർട്ട് ചെയ്യുക. हम मेडिटेशन चालू करेंगे फर्स्ट पॉइंट से. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. हृदय में स्थित स्रोत से, दिव्य स्रोत से आती हुई दिव्य प्रकाश मन को आकर्षित करते हुए महसूस कीजिए. ആ ദിവ്യ പ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. उस दिव्य प्रकाश में ध्यान शुरू कीजिए. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവഗണിക്കുക. दिव्य प्रकाशത്തിൽ ധ്യാനം തുടരുക. मन में अगर चिंताएं आती है तो उसको इग्नोर कीजिए और दिव्य प्रकाश में ध्यान चालू रखिए. प्लीज स्टार्ट मेडिटेशन. And gently
11th പോയിന്റിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. अपना अटेंशन 11th पॉइंट की तरफ लाइए. 11th പോയിന്റ് ഞാൻ തൊടുന്ന സ്ഥലത്തിൻ്റെ സഹസ്രതല കമലത്തിൽ നിന്ന് 2 വിരൽ പുറകിലാണ്. ലെവൻത്ത് പോയിന്റ് സെൻറ്ററിൽ എർത്ത് എലിമെൻറ്റ് തന്നെയാണ്. എൻ്റെ സ്വഭാവം ഫസ്റ്റ് ചക്ര പോലെ തന്നെയാണ്. അപ്പം ആദ്യം ശുദ്ധീകരണം നടത്താം. പഹലെ സഫായി കരെങ്കെ. ആദ്യം സെൻറ്റർ എർത്ത് എലിമെൻറ്റ് ശുദ്ധീകരിക്കുന്നതായി അനുഭവിക്കും. പഹലെ ഇസ്കാ കേന്ദ്ര എർത്ത് എലിമെൻറ്റ് വഹാ സഫായി ഹോ രഹി ഹൈ. ഇനി പതുക്കെ ആത്മാ പോയിന്റിലേക്ക്, സെക്കൻഡ് പോയിന്റിലേക്ക് ശ്രദ്ധ കൊണ്ടുവരും. അവിടെ 9 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. സെക്കൻഡ് പോയിന്റ് में 9 o'clock പൊസിഷൻ में എർത്ത് എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഉദർ സഫായി ഹോ രഹി ഹൈ. അവിടെ നിന്നും തേർഡ് പോയിന്റിലേക്ക് വരും. തേർഡ് പോയിന്റ് ഫയർ ചക്രയാണ്, അഗ്നി ചക്രയാണ്. അവിടെ 6 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് അപ്പർ പാർട്ട്. ഉദർ 6 o'clock പൊസിഷൻ में എർത്ത് എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഉദർ സഫായി ഹോത്തി മെഹസൂസ് കീജിയെ. പിന്നെ ഈ ഫോർത്ത് പോയിന്റിലേക്ക് വരും. ഫോർത്ത് പോയിന്റ് വാട്ടർ ചക്രയാണ്, ജലചക്ര. അവിടെ 3 o'clock പൊസിഷനിലാണ്. ഉദർ 3 o'clock പൊസിഷൻ മേ എർത്ത് എലിമെൻറ്റ്. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഉദർ സഫായി ഹോത്തെ മെഹസൂസ് കീജിയെ. ഇനി ഫിഫ്ത്ത് പോയിന്റിലേക്ക് വരും. ഫിഫ്ത്ത് പോയിന്റ് നെക്ക്, കഴുത്തിൻ്റെ ലോവർ പാർട്ടാണ്. ഗർദൻ കെ ലോവർ പാർട്ട് മേ. അവിടെ 12 o'clock പൊസിഷനിലാണ് എർത്ത് എലിമെൻറ്റ്. ഉദർ 12 o'clock പൊസിഷൻ മേ എർത്ത് എലിമെൻറ്റ്. ഉദർ സഫായി ഹോത്തെ മെഹസൂസ് കീജിയെ. അവിടെ ശുദ്ധീകരണം നടക്കുന്നതായി അനുഭവിക്കും. ഇനി തിരിച്ച് फर्स्ट पॉइंट के सेंटर वरूँ. वापस फर्स्ट पॉइंट के सेंटर में आइए. अपना श्रद्धा 11th पॉइंट की तरफ लाइए. श्रद्धा 11th पॉइंटिലേക്ക് കൊണ്ടുവരൂ. ഇന്ന് എർത്ത് എലിമെൻറ്റിൻ്റെ സ്വഭാവ ഗുണങ്ങളായിട്ടുള്ള കണ്ടെയ്ൻമെൻറ്റ്, സംതൃപ്തി, ക്ഷമ, ഭൂമി का जो क्वालिटीज़ है, कंटेनमेंट, ക്ഷമ, ഫൊർഗീവ്നെസ്, മാപ്പ് കൊടുക്കാനുള്ള കഴിവ്, അതെല്ലാം 11th പോയിൻ്റെ സ്വഭാവമായിട്ടുള്ള റെസ്റ്റ്ലെസ്നെസ്, മാസ്റ്റർ പോലെ ആവാനുള്ള ആ ഒരു റെസ്റ്റ്ലെസ്നെസ്, മാസ്കെ ചൈസെ ബന്നെ കാ വോ അന്തർ മേ ജോ ത്വര ഹെ, അതുമായി സംയോജിക്കുകയാണ് എന്ന ചിന്തയിൽ ധ്യാനിക്കും. ये सब क्वालिटीज़ मास्टर के जैसे बनने का जो अंदर में हमारा क्रेविंग है, उससे हार्मनी हो रही है. നമ്മുടെ യാത്ര മാസ്റ്റർ പോലെ ആയിത്തീരാനാണ്. हमारी यात्रा मास्टर के जैसे बनना है. അപ്പം ഈ ഒരു ഭക്തി ഭാവത്തിൽ, इस भक्ति के भाव में ध्यान कीजिए. Please start meditation.
ഓക്കെ. ഈ ക്വാളിറ്റീസ് എല്ലാം മാസ്റ്ററുടെ സേവനത്തിനായി ഉപയുക്തമാകും. ആ ലക്ഷ്യം എത്തുന്നത് വരെ ഞാൻ വിശ്രമിക്കുകയില്ല. ये सब जो क्वालिटीज़ है वो मास्टर की सेवा में उपयुक्त होगा और मास्टर के जैसे बनने का वो लक्ष्य पहुंचने तक मैं विश्राम नहीं करूँगा. ഈ ഒരു സങ്കല്പത്തിൽ പതുക്കെ കണ്ണുകൾ തുറക്കും. ये संकल्प लेते हुए धीमे से आँख खोलिए.